പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സായാഹ്നത്തിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥൻ്റെ മുന്നിലായിരിക്കാൻ അവിടുന്ന് നമുക്ക് അവസരം നൽകിയതിന്, ഈ ചെറിയൊരു ആരാധനയിൽ പങ്കെടുക്കാൻ ദൈവം നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചതിന്, നമ്മളെല്ലാവരെയും ക്ഷണിച്ചതിന്, ആകർഷിച്ചതിന് നമുക്ക് അവിടുത്തേക്ക് നന്ദി പറയാട്ടോ. ഈ സായാഹ്നത്തിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഇന്നേ ദിവസം നമ്മുടെ ഈശോയെ അനുസരിച്ചോ എന്നുള്ളതാണ്. കർത്താവിൻ്റെ പ്രമാണങ്ങളും കർത്താവിൻ്റെ ഇഷ്ടങ്ങളും അവിടുത്തെ ചട്ടങ്ങളും അനുസരിച്ചാണോ നമ്മൾ ഓരോരുത്തരും ജീവിച്ചതെന്ന് ചിന്തിക്കണം. കർത്താവിന് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും വാക്കുകൾ, പ്രവൃത്തികൾ, ചെയ്തുകൾ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈശോയോട് നമുക്ക് മാപ്പപേക്ഷിക്കാം. ഇനി മുന്നോട്ടുണ്ടല്ലോ, കർത്താവിനെ അനുസരിക്കാനുള്ള കൃപ നമ്മൾ ചോദിക്കണം. അനുസരിച്ച അനുഗ്രഹം കിട്ടും. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അണ്ടർലൈൻ ചെയ്ത് കേൾക്കണം. അനുസരിച്ചാൽ അനുഗ്രഹം. അത് ദൈവത്തെ, അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച അനുഗ്രഹങ്ങളുടെ മേൽ അനുഗ്രഹം. നമ്മളുടെ മുതിർന്നവരെ, മാതാപിതാക്കളെ, അധികാരികളെയൊക്കെ അനുസരിച്ചാൽ അനുഗ്രഹങ്ങളുടെ മേൽ അനുഗ്രഹം. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? എൻ്റെ അതിരൂപതാമെത്രാൻ അഭിയന്യ വർഗീസ് ചക്കാലക്കൽ മെത്രാപ്പോലീത്ത ഒരു ധ്യാന കേന്ദ്രത്തിന് ഡയറക്ടറായിട്ട് ഞാനിരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ സംഭവിച്ചാലൊക്കെ തിരുത്താറുണ്ട്. ഞാനത് രണ്ട് കൈ നീട്ടി അനുസരിക്കാറുണ്ട്, ഹൃദയം തുറന്ന് അനുസരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരുത്തലുകളൊക്കെ ഞാൻ അനുസരിച്ചപ്പോൾ എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് അത് അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് അനുസരിച്ച അനുഗ്രഹം. നമ്മൾ അനുസരിക്കണം. നമ്മൾ അനുസരിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടുക. എൻ്റെ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെൻസൺ പുത്തൻവീട്ടിലും വിളിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അംഗീകരിക്കുകയും അനുസരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറും. അവരുടെ ആശീർവാദവും അവരുടെ പ്രാർത്ഥനകളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അനുഗ്രഹം ഉണ്ടാവും. അപ്പം നമ്മുടെ കൂടെയുള്ളവരെ, നമ്മൾ മുതിർന്നവരെയൊക്കെ നമ്മൾ അനുസരിക്കണം. അനുസരിച്ച് അനുഗ്രഹം. പരിശുദ്ധ അമ്മ എന്താ ചെയ്യണേ? ദൂതം വന്നിട്ട് നീ ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് അനുസരിക്കുക. യെസ്, ഫിയാത്ത് പറഞ്ഞപ്പോൾ ഈ രക്ഷകൻ ഭൂമിയിലേക്ക് വരികയും വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അനുസരിക്കുന്നവരായിട്ട് മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങയെ അനുസരിക്കാൻ കൃപ നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.